എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 79-ാം ദിവസം. ഇന്ന് 781 മുതൽ 790 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം പ്രത്യഗ്രൂപായേ നമഃ. ഓം പരാകാശായേ നമഃ. ഓം പ്രാണദായേ നമഃ. ഓം പ്രാണരൂപിണ്യേ നമഃ. ഓം മാർത്താണ്ഡഭൈരവാരാധ്യായേ നമഃ. ഓം മന്ത്രിണേ നൃസ്തരാജ്യധുരേ നമഃ. ഓം ത്രിപുരേശ്യേ നമഃ. ഓം ജയൽസേനായേ നമഃ. ഓം നിസ്ത്രൈഗുണ്യായ നമഃ. ഓം പരാപരായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം പ്രത്യഗ്രൂപായേ നമഃ. ഓം പരാകാശായേ നമഃ. ഓം പ്രാണദായേ നമഃ. ഓം പ്രാണരൂപിണ്യേ നമഃ. ഓം മാർത്താണ്ഡഭൈരവ ആരാധ്യായേ നമഃ. ഓം മന്ത്രിണി നൃസ്തരാജ്യധുരേ നമഃ. ഓം ത്രിപുരേശ്യേ നമഃ. ഓം ജയൽസേനായേ നമഃ. ഓം നിസ്ത്രൈഗുണ്യായേ നമഃ. ഓം പരാപരായേ നമഃ. ഇതിൻ്റെ സാമാന്യാർത്ഥം കൂടെ നോക്കാം. ഓം പ്രത്യഗ്രൂപായേ നമഃ. പ്രത്യഗ്രൂപ ജീവാത്മസ്വരൂപത്തിലിരിക്കുന്ന ദേവിയാണ് പ്രത്യഗ്രൂപ. ഓം പരാകാശായേ നമഃ. പരാകാശ ചിത്താകുന്ന ആകാശം, അല്ലെങ്കിൽ പരമാത്മാവായിട്ടിരിക്കുന്നതും ദേവി തന്നെ. ചിത്താകുന്ന ആകാശമാണ്. ചിത്താകുന്ന ആകാശവും പരമാത്മാവായിട്ടിരിക്കുന്നതും എല്ലാം ദേവി തന്നെ. ഓം പ്രാണദായേ നമഃ. പ്രാണത എന്ന് വെച്ചാൽ പ്രാണനെ നൽകുന്നവൾ. എല്ലാ ജീവരാശികൾക്കും പ്രാണനെ നൽകുന്ന ദേവിയാണ്. പ്രാണരൂപിണ്യേ നമഃ. പ്രാണരൂപിണി, പ്രാണസ്വരൂപിണിയാണ് ദേവി. എല്ലാവരിലും ജീവൻ്റെ തുടിപ്പ് നൽകുന്നവളാണ് ദേവി. ഓം മാർത്താണ്ഡഭൈരവ ആരാധ്യായേ നമഃ. മാർത്താണ്ഡഭൈരവ ആരാധ്യ, മാർത്താണ്ഡൻ സൂര്യൻ. മാർത്താണ്ഡഭൈരവൻ എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ ഒരു ദേവനാണ്. ശ്രീചക്രത്തിലെ മാർത്താണ്ഡഭൈരവൻ സൂര്യ ഉപാസകനാണ്. അങ്ങനെ സൂര്യ ഉപാസകന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതാണ് മാർത്താണ്ഡഭൈരവ ആരാധ്യ. മന്ത്രിണീ നൃസ്തരാജ്യധുരേ നമഃ. ദേവി തൻ്റെ ഭരണമൊക്കെ മന്ത്രിണീ ദേവിയെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നോക്കി നടത്താനായിട്ട് മന്ത്രിണീ രൂപിയെ ഏൽപ്പിക്കുന്നുണ്ട്. ആ മന്ത്രിണീ ദേവിയുടെ മറ്റൊരു പേരാണ് ശ്യാമളാദേവി. അപ്പോൾ ശ്യാമളാദേവിയെ ഭരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിണീ നൃസ്ത രാജ്യധുരേ നമഃ. രാജ്യധുര എന്ന് വെച്ചാൽ രാജ്യഭരണം. അങ്ങനെ ദേവിയെ ഏൽപ്പിക്കുന്നവളും ദേവി തന്നെ. ത്രിപുരേശ്യേ നമഃ. ത്രിപുരേശി, ത്രിപുരത്തിൻ്റെയും ഈശ്വരിയായിട്ടിരിക്കുന്നവർ. 3 ലോകത്തിൻ്റെയും, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, ഈ 3 ലോകത്തിൻ്റെയും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ ദേവിയാണ്. സ്ഥൂല രൂപം, സൂക്ഷ്മരൂപം, അവർ കാരണശരീരം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ഇത് 3ഉം ദേവിയുടെ 3 പുരങ്ങളാണ്. ഈ 3 പുരത്തിൻ്റെയും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ ദേവിയാണ്. ജയൽസേനായേ നമഃ. ജയിച്ചു മാത്രം വരുന്ന സേനയുടെ അധിപതിയായിട്ടുള്ളവൾ. ദേവിയുടെ സേന എപ്പോഴും ജയിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതാണ് ജയൽസേന. ജയിച്ചു മാത്രം വരുന്ന ദേവി, ജയിച്ചു മാത്രം വരുന്ന ഒരു സേനയുടെ അധിപതിയായിട്ടുള്ളവൾ ദേവി. നിസ്ത്രൈഗുണ്യായേ നമഃ. ത്രിഗുണങ്ങൾക്കൊക്കെ അതീതയായിട്ടുള്ളവൾ. രജസ്തമോ, സത്വരജസ്തമോ ഗുണങ്ങൾ, ആ ഗുണങ്ങൾക്കൊക്കെ അതീതയായിട്ടുള്ളവളാണ് നിസ്ത്രൈഗുണ്യ. അടുത്തത് പരാപരായേ നമഃ. പര അപര, പരയും ദേവിയാണ്, അപരയും ദേവിയാണ്. അപ്പോൾ പരാപര, ബ്രഹ്മസ്വരൂപവും ജഗത് സ്വരൂപവും ദേവി തന്നെയാണ്. ഇവിടെ പര എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ജലം പരമായിട്ടും ജലത്തിലെ കുമിള അപരയായിട്ടുമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, അത് 2 രൂപത്തിലാണെന്നേ ഉള്ളൂ. അപ്പോൾ പരയും അപരയും ദേവി തന്നെയാണ്. അപ്പോൾ ബ്രഹ്മസ്വരൂപവും ജഗത് സ്വരൂപവും ദേവി തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് ഓരോ നാമത്തിലും. അങ്ങനെ നമ്മൾ കൂടുതൽ അറിഞ്ഞറിഞ്ഞ് ദേവിയിലേക്ക് എത്തുകയാണ്, ദേവിയോട് അടുക്കുകയാണ്.
ദേവിയെ ഉപാസിക്കാനുള്ള ഓരോരോ ഏത് രൂപത്തിലാണ് ദേവിയെ ആരാധിക്കേണ്ടതെന്നൊക്കെ ഓരോ നാമത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദേവി ശ്രീ ലളിതാ പരമേശ്വരി ഈ എന്താ പറയുന്നത്, ഈ 3 ലോകങ്ങൾക്ക്, ഈ ഭൂവർലോകത്തിൻ്റെ അമ്മയായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം, ഈ ലളിതാ പരമേശ്വരിയുടെ പ്രസാദം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.